രണ്ട് തരത്തിൽ നമുക്ക് ഉടമ്പടിയിൽ വളരാൻ പറ്റും. ഒന്ന്, ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതനുസരിച്ച് വളരും. ഈ ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് പോകുന്നതിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുതാപത്തിൻ്റെ ആഴപ്പെടൽ. ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് വളരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ശീലങ്ങൾ, സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാക്ഷി ജീവിതം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈ ബോധ്യങ്ങളിലാണ്. ഇപ്പോൾ അറിവ് സമ്പാദിക്കണം ഉടമ്പടിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഉടമ്പടി കറക്റ്റാകത്തില്ല. എന്തുമാത്രം നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന്, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം തന്നെയാണ്. രണ്ടാമത്തത് ദിനംപ്രതി ഉണ്ടാകുന്ന ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എവരിത്തിങ്, സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സബ്ജക്റ്റും ഉടമ്പടി അഡ്രസ്സ് ചെയ്യും. അതിങ്ങനെ സർവസ്പർശിയായി സർവകാലിക സർവജനീനമായിട്ടൊക്കെ ഒരു പ്രാർത്ഥനാ പദ്ധതി നിലവിലില്ല സഭയിൽ. ഉടമ്പടി മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ എത്രയോ വർഷമായി ഓരോരോ ഘട്ടങ്ങളിലൂടെ വന്നാണ് ഇവിടെ ഉടമ്പടിയിൽ എത്തുമ്പോൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും പരിമിതികളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പരിമിതികളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അവസാനം സഭയ്ക്ക് ദൈവം ഉടമ്പടി നൽകുന്നത്. ഉടമ്പടിയിൽ വരുമ്പോൾ സ്വാഭാവികമായത് എല്ലാവരെയും തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധരെയും പാപികളെയും ക്രൈസ്തവരെയും ക്രൈസ്തവരല്ലാത്തവരെയും മനുഷ്യൻ എന്ന ഹെഡിങ്സിൽ വരുന്ന എല്ലാ ആൾക്കാരും, അവരുടെ സങ്കടങ്ങൾ, അവരുടെ നിലനിൽപ്പ്, അവരുടെ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലും മോചനവും എല്ലാം ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് എഴുതിയിട്ടാലും, ഇപ്പോൾ അവരെഴുതിയിടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും. ഭയങ്കര രസം അവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പ്രതി. ഈ ഇഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ മുഴുവൻ ആണിയെന്ന് പറയുന്നത് ആ എഴുതിയിട്ട ആൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ദൈവം അവരുടെ കരുണ കാണിക്കും. കാര്യം ഉടമ്പടിയിൽ ദൈവം അവരോട് കരുണ കാണിക്കാൻ പറ്റിയ ചേരുവകൾ ഉടമ്പടിയിലുണ്ട്. കാലാന്തരത്തിൽ ഉടമ്പടി അനുവർത്തിച്ച് വരുമ്പോൾ അവരിലേക്ക് ദൈവകൃപ ഒഴുകി വരാനുള്ള ഒത്തിരിയേറെ സാധ്യതകൾ ഉടമ്പടിയിലുണ്ട്. അതായത് ഈ സിംഗിൾ എഡ്ജല്ല ഈ പ്രെയർ, ഡബിൾ എഡ്ജാണ്. പിന്നെ ഇതിൻ്റെ അനുഷ്ഠാന വിധികളിലെല്ലാം വിശ്വാസ വളർച്ച വ്യക്തി കൈവരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ മതപരമായ ചടങ്ങുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ക്രിസ്ത്യൻസ് ആയാലും നോൺ ക്രിസ്ത്യൻസ് ആയാലും. ഇപ്പം ചടങ്ങുകളൊക്കെ ചെയ്യണ പോലെ ഉടമ്പടി ഒരു ചടങ്ങാക്കിയാൽ വെളുക്കാൻ തേക്കണത് പാണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മൾ ചടങ്ങെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചടങ്ങിന് വരുന്ന, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു ആചാരം നമ്മൾ പല പല ആചാരങ്ങൾ ചെയ്യത്തില്ലേ. ഇപ്പം നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ സ്തുതി പറഞ്ഞൊരു ആചാരമാണ്. പക്ഷേ നമ്മുടെ ചങ്കിൽ അവനെതിരെയുള്ള പകയാനുള്ളതെന്നുണ്ടെങ്കിൽ അത് അനാചാരമായി മാറും, അല്ലേ? അതാ സാധനം. ഇപ്പം മനസ്സിലായില്ലേ കാര്യങ്ങൾ? അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലും ഒരു ആരാധന അർപ്പിക്കുമ്പോൾ ആരാധനയ്ക്ക് അനപേക്ഷണീയമായിട്ടുള്ള ആത്മീയ അവസ്ഥകളുണ്ടാകണം. അല്ലെങ്കിൽ ഈ ആരാധന അരാജകത്വമായി മാറും. അതെപ്പോഴും ഇപ്പം ഉടമ്പടി എപ്പോഴും ചെയ്യണത്, ഈ ആരാധിക്കുന്ന വ്യക്തിയെ അയാൾക്ക് ആ ആരാധനയ്ക്ക് സ്യൂട്ടബിളായിട്ടുള്ള ആധ്യാത്മികതയിലേക്ക് അയാളെ കൊണ്ടുവരും. അതാണ് ഇതിൻ്റെ അനുഷ്ഠാനവും ആധ്യാത്മികതയും തമ്മിലുള്ള ബന്ധം. ഒത്തിരി അനുഷ്ഠാനങ്ങൾ ഉടമ്പടിയിലുണ്ട്. ഉപ്പുണ്ട്, അതൊരനുഷ്ഠാനമാണ്. ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്. ഇതെല്ലാവരും ഉപയോഗിക്കണില്ലേ? പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് 99 മാർക്ക്, ചിലർക്ക് 60 മാർക്ക്, ചിലർക്ക് 30 മാർക്ക്, ചിലർക്ക് പരീക്ഷ എഴുതിന് ഫീസ് കാശ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഉപ്പാണ്, നിങ്ങൾ ഉടമ്പടി ഉപ്പാണ് ഉപയോഗിക്കണത്.
കാശുരൂപണം ഉപയോഗിക്കണമെന്നല്ല പ്രശ്നം, ആരുപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആരുപയോഗിക്കുന്നു. കാര്യം നിങ്ങൾ ഒരു 3 പേരാണ് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ 3 റിസൾട്ടാണ് വരണത്, ഒരു റിസൾട്ടല്ല. 3 പേര് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 3 പേര് ഉടമ്പടി കാശ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3 റിസൾട്ടാണ് വരണത്. ചിലക്ക് ഒരു 99% റിസൾട്ട് വരും, ചിലക്ക് 70% റിസൾട്ട് വരും, ചിലക്ക് 30% റിസൾട്ട് വരും. ഒരു റിസൾട്ടും വരാതെ ഒരിക്കലും വരത്തില്ല. കാര്യത്തിൽ അവൻ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ ഒരു ബേസിക് മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ ദൈവം ഉടമ്പടി എടുപ്പിക്കത്തില്ലല്ലോ. ദൈവം ഉടമ്പടി എടുപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ടല്ലേ ബന്ധം, അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് നേർച്ചയിട്ടിട്ട് പോണ പോലെ അഭ്യാസമല്ലല്ലോ ഇത്. നിങ്ങളൊരു ബയലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടുകയാണ്. അപ്പോൾ അതർ കക്ഷി എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവവുമായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒരു 10 പേര് കൃപാസനത്തിൽ വന്നാൽ ആരാ ഉടമ്പടി എടുക്കണത്? 4 പേരെ ഉടമ്പടി എടുക്കത്തുള്ളൂ, 6 പേര് പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പോണം കണ്ടിട്ടില്ലേ? ഞങ്ങൾക്കറിയാതെ 10 പേര് കൃപാസനം ചവിട്ടിയാൽ അതിനകത്ത് 6 പേര് അപ്പം തന്നെ പോകും, പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും. അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ തോണ്ടും മാന്തും, അമ്മ പോകാം അമ്മ പിന്നെ വരാം അടുത്ത ദിവസം വരാമെന്ന് പറയും. അവർക്ക് കാര്യത്തിൽ അവരെ കോൺഫറായിട്ടില്ല ഉടമ്പടിയിലേക്ക്. പക്ഷെ അമ്മയെ ദൈവം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും നീ പോയി കാറിക്കിടന്ന് ഉറങ്ങ്, ഞാൻ ഇത് എടുത്തിട്ട് വരട്ടെന്ന് പറയും. കാര്യം എന്താ? മകനെ അല്ലെങ്കിൽ മകൾക്ക് ഉടമ്പടി വിളിച്ചിട്ടില്ല. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റ് ദൈവം സമ്മതിക്കണ്ടേ? ഇപ്പോഴൊരു മൊബൈൽ പ്രാന്തിയാണെങ്കിൽ ദൈവം സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. കാര്യം ഈ പണ്ടാരമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ? അപ്പോൾ ഈ സാധനത്തിന് അപ്പം പെരുക്കം വന്നിട്ട് ആ സാധനം അപ്പം തന്നെ 4 കാലം വീണ് ഓടി, കാലും പറത്തിക്കൊണ്ട് ഓടിക്കളയും. പക്ഷേ ഈ സാധനം പിന്നെ തിരിച്ചു വരും. കാര്യം അമ്മ എന്ന് പറയുന്ന ആ ഉടമ്പടി, ദൈവം ഉടമ്പടി എടുക്കാൻ വേണ്ടി വിളിച്ച ആൾ പ്രത്യേകം മെനയായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് അടയാളങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു ആവശ്യമുണ്ട്. ആദ്യം ചാടിപ്പോയി വരും, പിന്നീട് തിരിച്ചു വരും. അവർ സാക്ഷ്യങ്ങൾ കേൾക്കാം. എന്തുമാത്രം സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നത്. ഞാൻ ഉടമ്പടി അമ്മ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കാറിൽ പോയിരുന്നുണ്ട്, TV കാണുക, അവിടുത്തെ കോമഡി കാണുകയായിരുന്നു, എനിക്ക് ഇതിൻ്റെ അകത്തൊരു താല്പര്യം തോന്നിയില്ല എന്നൊക്കെ പറയും. പക്ഷെ ആദ്യം തോന്നിയില്ലെങ്കിലും കാലാന്തരത്ത് നീ ഇവിടെ വന്ന് ചവിട്ടിപ്പോയില്ലേ, ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗ്രേസ് മാർക്ക് നിനക്ക് കിട്ടും. ചവിട്ടിക്കഴിഞ്ഞാൽ എന്താ കാര്യം? അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥാനത്ത് വരാനുള്ള അനുവാദം കിട്ടിയില്ലേ, എൻട്രി പാസ്സായില്ലേ. അപ്പോഴങ്ങനെ എൻട്രി പാസ് കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ഭീഷണ പാർട്ടി ആയിരിക്കും, ഡ്രൈവിങ് കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ ബിസി കിടന്ന് തുടങ്ങിയും പ്രാർത്ഥിക്കാത്ത കക്ഷിയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദൈവം വിളിക്കും. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും. ആ ഇടുക്കി ഞങ്ങളൊരു ഡ്രൈവറിൻ്റെ സാക്ഷ്യം കേട്ട് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളയണം മൊബൈൽ. അതാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ എടുക്കരുത്. കാര്യം ഒരിക്കലും നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇത്രയും നാൾ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 60% നിങ്ങളെ ഉടമ്പടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പിന്തിരിപ്പൻ ശക്തികളായിരിക്കും അതർ എൻഡിലുള്ളത്. അത് മകനായിരിക്കും. അമ്മ തിരിച്ചറി കാർഡെന്ത് ചെയ്യും? അമ്മ പോയി കിടക്കണം ആ കൃപാസനത്തിൽ. എൻ്റെ തിരിച്ചറി കാർഡെന്ത് ചെയ്യും? എടാ അവിടെ ഉണ്ടാ നോക്കടാ, തീർന്ന് നമ്മൾ ഡെസ്പായി, നമ്മുടെ വിശ്വാസ പ്രമാണം പൊട്ടിപ്പോയി അവിടെ വെച്ച്. ടേണായിട്ട് ഇതാണ് ഉടമ്പടി ആധ്യാത്മികത എന്ന് പറഞ്ഞത്. നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ നിലപാടിലും നയങ്ങളിലും സമീപനങ്ങളിലും ഒക്കെ നിങ്ങൾ ഏകപക്ഷീയമായി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം. എന്നാൽ ഇത് പെട്ടെന്ന് ഫയറാകും, പിന്നെ ഇല്ല നിത്യത വരെ ഫയറാകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പ്രശ്നത്തിന്റെ മുഖത്ത് 100% ഒത്തുതീർപ്പിന് വിധേയമല്ലാതെ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ ആവശ്യമായ ആധ്യാത്മിക അടിത്തറയാൽ എന്നെ ബലപ്പെടുത്തണമേ. ഇപ്പൊ ഫസ്റ്റ് ബോധ്യം ഞങ്ങൾക്ക് കൈമാറി തന്നു. എന്താണ് കാര്യം? ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ,